ഇതാണ് ബ്ലോസം കോളേജ് ഗ്രൗണ്ടിൻ്റെ മുകളിലൂടെ നമ്മുടെ മൂലയിൽപ്പുറായി കോളനിയിലേക്ക് SC കോളനിയിലേക്ക് പോകുന്ന റോഡ്. ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ നമ്മുടെ നാട്ടിലൊരു പയ്യൻ്റെ വീഡിയോ കണ്ടു, ഗംഭീര വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവർക്ക് എന്ന് മുതലാണ് SC കോളനിക്കാരോടും SCക്കാരോടൊക്കെ എന്ന് മുതലാണ് ഇവർക്ക് സഹതാപം പിന്നെ സ്നേഹവും തുളുമ്പലൊക്കെ തുടങ്ങിയെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഈ കാര്യം പറയാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എന്താണ് അവർ മൂലയിൽ കോളനിയിൽ, നെല്ലിക്കുന്ന് കോളനിയിലൊക്കെയുള്ള SCകളെ കുറിച്ച് എന്താണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ട്. അതാണ് നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എപ്പോഴും നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യണം. അപ്പം ഈ റോഡിനെ കുറിച്ച് പറയുമ്പോൾ, ഈ റോഡ് ഏകദേശം 35 വർഷമായി ഈ റോഡ് ഉണ്ടായിട്ട്. നമ്മളെ മലാട്ടിക്കൽ ഖദീജ എന്ന് പറഞ്ഞ മെമ്പർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ റോഡ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ UDFൻ്റെ മെമ്പർമാർ തന്നെയാണ് ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. വിച്ചാണ്ടി മെമ്പറായ സമയത്താണ്, ഇത് പ്രളയകാലത്താണ് ഈ റോഡ് പൊളിഞ്ഞു വീണത് എന്നാണ് ഇന്നലെ ആ പയ്യൻ വീഡിയോയിൽ പറഞ്ഞത്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. 2006 ഇവിടെ പൊളിഞ്ഞു വീണത്, അല്ല പ്രളയകാലത്തല്ല. പ്രളയം ഉണ്ടായത് 2018-ലും 2019-ലാണ്. അത് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും കുത്തിക്കയറ്റിയിട്ട് വോട്ട് കിട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ അതിക്രമിച്ചാണ്. അതൊക്കെ ഈ അണിയറ പ്രവർത്തകരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 2006 ഇവിടെ പൊളിഞ്ഞു വീണത്. ഏകദേശം 35 വർഷമായി ഈ റോഡ് ഇവിടെ ഉണ്ടായിട്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ചീരഞ്ഞൻ മുഹമ്മദ് മാസ്റ്ററുടെ പറമ്പിലൂടെ ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തരും പറമ്പുള്ള ആളുകൾ വിട്ടു കൊടുക്കുമ്പോഴാണല്ലോ റോഡ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സമയത്ത് ഇവർക്ക് വണ്ടി വരാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ റോഡ് തന്നതാണ്, അതുകൊണ്ട് ഇനി പിന്നെ ഇതിലെ റോഡ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് പിന്നെ കല്ല് വെച്ച് അടച്ച ആളാണ് നിങ്ങൾ ഈ മേൽ പറഞ്ഞ മാന്യൻ. ഓക്കെ. അദ്ദേഹം ഒരു തവണ സ്ഥലം കൊടുത്തു. വീണ്ടും അദ്ദേഹത്തിൻ്റെ പറമ്പിലൂടെ തന്നെ ഈ റോഡ് തിരിച്ചു വിടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറേ സ്ഥലം പോകും. സ്വാഭാവികം, നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഈ കോളനി നിവാസികൾ സുബ്രഹ്മണ്യനും മറ്റു പല ആളുകളും നമ്മുടെ മൂണപ്പുറത്തുചാലിൽ അഷ്റഫ്, നിങ്ങളെ പഴയ അടക്ക മുതലാളി, കഴിഞ്ഞ വർഷത്തെ അടക്ക മുതലാളിയെ സമീപിച്ചപ്പോൾ അടക്ക മുതലാളി എന്ത് ചെയ്തു എന്നറിയോ? അടക്ക മുതലാളി കലക്ടറേറ്റ് പോയിട്ട് ഈ SCക്കാർക്ക് അന്നും ഇന്നും എന്നും ഒരുപാട് ആനുകൂല്യവും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം മികവ് കാട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്ന് മുതലാണ് ഈ SCക്കാരോട് സ്നേഹം തുളുമ്പി തുടങ്ങിയത് എന്നൊക്കെയുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരുപാട് ഫണ്ടുണ്ട് ആ പാവങ്ങൾക്ക്. അതൊന്ന് എത്തിപ്പിടിച്ച് അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ എത്രത്തോളം മുൻകൈ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ സംഭവത്തിൽ മൂണപ്പുറത്തുചാലിൽ അഷ്റഫ് ഖാൻ്റെ അടുത്ത് ചെന്നപ്പം അവർ അങ്ങനെ SCക്കാർക്ക് പല ഫണ്ടും ഉള്ളതാണ്. അങ്ങനെ ആ ഫണ്ടിൽ ഏതെങ്കിലും ഉൾപ്പെടുത്തി, പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഇത് നിൽക്കില്ല. അന്ന് നിങ്ങളുടെ വികസന നായകൻ വിച്ചാണ്ടിയാണ് മെമ്പർ ഇട്ടത് 2006. അങ്ങനെ കലക്ടറേറ്റ് പോകാൻ ഒരുങ്ങിയപ്പം ഈ നിങ്ങൾ മേൽ പറഞ്ഞ ഈ സ്ഥല ഉടമയ്ക്ക് അറിയാം ഇത് ഇങ്ങനെ SCക്കാർക്ക് ഇങ്ങനെ ഫണ്ടുണ്ടെന്ന്. അങ്ങനെ ഇവർ പറഞ്ഞത്, ഈ ഗ്രാമസഭയിൽ പറഞ്ഞത് ഇതിന് ഇവിടെ പില്ലറിട്ട് പാലം കെട്ടണമെന്നൊന്നുമല്ല. അതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഏതായാലും ഇത് അവിടുന്ന് ഇവർക്ക് മുതലൂരിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴും ഇവിടുന്ന് മലാട്ടിക്കിൽ നിന്ന് കയറുമ്പോഴും നല്ല കുത്തുള്ള കയറ്റാണ്. അപ്പോൾ ആ കയറ്റം കുറച്ചിങ്ങനെ ചെത്തി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ഇവിടെ ഉയരം കുറയും. ആ രീതിയിൽ കുറച്ചത് അവിടുന്ന് മാന്തി റോഡ് താഴ്ത്തി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ റോഡ് യൂസ് ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ കലക്ടറേറ്റ് പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നോക്കുമ്പം ഈ നിങ്ങൾ മേൽ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ റോഡ് കല്ല് വെച്ച് അടച്ച് ഇതിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്ഥലം തരില്ല എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ അഷ്റഫിൻ്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ ചെയ്യരുത്, തൽക്കാലം നിങ്ങൾ ഇതിൽ പൊയ്ക്കോളി, നിങ്ങൾ അവിടെ റോഡ് താഴ്ത്തി കഴിഞ്ഞാൽ എൻ്റെ പറമ്പ് ഒരുപാട് ഉയരത്തിലാവും, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ പരിപാടിക്ക് നിൽക്കരുത്, നിങ്ങളിപ്പോൾ തൽക്കാലം എൻ്റെ പറമ്പ് കൂടെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കി പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് ആണ് ഇതിൽ ഇങ്ങനെ റോഡ് പോയിട്ടുള്ളത്. കോളനി നിവാസികൾ അഷ്റഫ് ഖാൻ്റെ കൂടെ കൂടി കളക്ടറേറ്റ് പോയി റോഡ് താഴ്ത്താനുള്ള പെർമിഷൻ വാങ്ങി അതിൻ്റെ പണി പുരോഗമിച്ചു കഴിഞ്ഞാൽ കോളനിയിലേക്കുള്ള ഗതാഗതം സുഗമമാകുമെന്നും തൻ്റെ പറമ്പ് റോഡിനേക്കാളും ഒരുപാട് ഉയരത്തിലായി തൻ്റെ പറമ്പിലേക്കുള്ള ഗതാഗതത്തിന് തടസ്സം വരുമെന്നും മനസ്സിലാക്കിയാണ് നിങ്ങൾ മുകളിൽ പറഞ്ഞ മാന്യദേഹം രണ്ടാമതും ഈ റോഡ് തുറന്നു കൊടുക്കാൻ കാരണം എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തുറന്ന സംവാദത്തിന് റെഡിയാണെന്നുള്ളത് അറിയിക്കുകയാണ്. വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. ആർക്കും വരാം. മനസ്സിലായോ? അപ്പോൾ അന്ന് മുതൽ ആ റോഡുണ്ട്. അപ്പം ആ റോഡ് അന്ന് വളഞ്ഞു പൊളഞ്ഞു പോയതിന് റോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ആ റോഡ് അന്ന് ഇങ്ങനെ വളഞ്ഞു പോയി അവിടെ ആ ഗേറ്റ്, ഇപ്പോൾ ഈ ഗേറ്റുള്ള ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയി കുറച്ച് താഴത്തേക്ക് എത്തിയാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് ഇന്ന് പണ്ട് പൊളിഞ്ഞ് വീണ റോഡിനോട് ഏകദേശം സമാന്തരമായി തന്നെ ആണ് ഇന്ന് ഈ റോഡ് വിട്ടിട്ടുള്ളത്. ഓക്കെ.
അപ്പം ഇതിന് ഫണ്ട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് നന്നാക്കിയിട്ടില്ല എന്നാണ് ഇപ്പം മുറവിളി കൂട്ടുന്നത്. ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഇവിടെ പറഞ്ഞു നടക്കുന്നത് ഇപ്പം വിച്ചാപ്പും അല്ലെങ്കിൽ സാജിദ മെമ്പറും ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സഖാക്കന്മാർ ചെയ്തു വെച്ച കാര്യം മെമ്പറായിരുന്ന കാലത്തുള്ളതും വരാൻ വേണമല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് നടക്കുക. അതിന് 2 വകുപ്പുകളിലായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട്. 2 ഫണ്ട് അതിന് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് കാണാം. അപ്പം അത് എത്ര സംഖ്യ എന്നുള്ളതും അത് എത്ര സംഖ്യൻ്റെ ഫണ്ടുകളാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിൽ നിന്ന് ഈ രേഖയിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ.